ഹലോ ഗായ്സ്, ട്രെൻഡ് പിടി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കളിക്കാൻ പോകുന്ന ഗെയിമാണ് 99 Nights in the Forest. അതുകൊണ്ട് ഇപ്പം ഞാൻ മരം വെട്ടുകയാണ്. ഈ കളിയിലെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഏറ്റവും വലിയ പണി എന്താ വെച്ചാൽ ഇതിലൊരു ക്രീപ്പി മോൺസ്റ്റർ ഉണ്ട്. ആ മോൺസ്റ്റർ രാത്രിയാണ് വേട്ടയാടുന്നത്. നമ്മുടെ ജോലി എന്താ വെച്ചാൽ രാവിലെ ഒരു ആക്സ് എടുക്കുക, മരം വെട്ടുക. അങ്ങനെയാണ് നമ്മുടെ രാവിലത്തെ ജോലി. അത് നമ്മളിങ്ങനെ മരം വെട്ടി എടുക്കുന്നു, കുറച്ച് ഫുഡും കളക്ട് ചെയ്യണം. ഇങ്ങനെ ഒരു കേജിനകത്തൊക്കെ ഒരു കല്ലാണോ കോലാണോ എന്തോ ഒരു സാധനമാണ്. പിന്നെ ഞാൻ കുറേ ബ്രാഞ്ചസ് കളക്ട് ചെയ്യണം. എന്താന്ന് പറഞ്ഞാൽ ഈ വുഡും ബ്രാഞ്ചസ് കളക്ട് ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ക്യാമ്പ് ഫയർ ഉണ്ട്. അവിടെ കൊണ്ട് ഇതൊക്കെ ഇട്ടിട്ട് വേണം അവിടെ ഈ ക്രീപ്പി മോൺസ്റ്ററിന് വരാൻ പറ്റില്ല. പക്ഷെ വേറെ എവിടെ നമ്മൾ ആ ക്യാമ്പ് ഫയറിന് അടുത്ത് ചെയ്യണം. പക്ഷെ വേറെ എവിടെയും പോയാൽ നമ്മൾ പിടിച്ച് മാന്തി കളയാൻ സാധനം. അങ്ങനത്തെ ബ്ലഡ് ഷേപ്പാണ്. കണ്ടോ, രാത്രി പുറകെ ഒരു വുൾഫുണ്ട്. രാവിലെയും രാത്രിയും വുൾഫാണ് പ്രശ്നം. അത് ഇങ്ങനത്തെ ഒരു ഉൾഫ. ഇപ്പം ഞാൻ ഒരു പുറകിൽ ഓടി വന്നില്ലേ, അതാണ് പ്രശ്നം. ഇപ്പം ഞാൻ Day 3 ഞാൻ ഓടി കുറച്ച് കളക്ട് ചെയ്ത് അതിപ്പം ഞാൻ ഇട്ടിട്ടുണ്ട്. കോലും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോൾ ഒരു മെഷീൻ ഉണ്ട്, അതിൽ നമുക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ അതിലിട്ടില്ല. ഞാൻ ഇതിലുണ്ട് ക്യാമ്പ് ഫയറിനകത്ത് ഇട്ടു. ഇനിയിപ്പം ഞാൻ തീ കൂട്ടി പണിയാം. ഇനി ഞാൻ എങ്ങനെങ്കിലും ഒരു മരവും കൂടെ വെട്ടണം, നോക്കട്ടെ. സൈഡിൽ കൂടെ പോയിട്ട് എടുക്കാം, ഞാൻ എടുക്കും. പക്ഷെ മെല്ലൊക്കെ നോക്കണം, പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ മോൺസ്റ്റർ ഒന്ന് പിടിച്ച് നമ്മളെ കൊല്ലും. അതുകൊണ്ട് വേറെ പ്രശ്നം അതാണ്. അത് നമ്മളിങ്ങനെ ഓടുന്നു ഗൈസ്. ഇപ്പൊ തീയൊക്കെ ഭയങ്കര കൂടണം. നമുക്ക് കുറേ മരം കൊണ്ടുവരണം. രാവിലെ കുറേ മരങ്ങൾ വെട്ടിയാൽ നമുക്ക് ഇത് കുറേ ആക്കാൻ പറ്റത്തുള്ളൂ. തീ കൂട്ടാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ കുറെ കിണറൊക്കെ ഉണ്ട്. ഇതെന്തോ കുറെ മരങ്ങളൊക്കെ വെട്ടാനാണ് എൻ്റെ ഒരു പ്ലാൻ. പക്ഷെ ഈ റാബിറ്റ്സിനെ വെട്ടാനാണ് പാട്. അവരുടെ മീറ്റ് നമുക്ക് തിന്നാൻ പറ്റും, പക്ഷെ അവരെ കൊല്ലാനാണ് ഭയങ്കര പാട് ഗൈസ്. എന്തെന്ന് പറഞ്ഞാൽ അവര് ഭയങ്കര പൊക്കത്തിലൊക്കെ ചാട്ടും. അതുകൊണ്ട് നമ്മളും മേളിലോട്ട് നോക്കണം കാണാൻ വേണ്ടി. ചില സമയം അവർ സൈഡിലോട്ടൊക്കെ മാറും. കണ്ടോ, ഞാൻ കുറച്ചുകൂടി മരം വെട്ടിയിട്ടുണ്ട് ഗൈസ്, തീ കൂട്ടി. അപ്പൊ മോൺസ്റ്റർ ഒന്നും കാണുന്നില്ല. അങ്ങറ്റത്തെ എവിടെയോ ഉണ്ട്. പക്ഷെ ഞാൻ ഈ തീ ഇട്ടുകൊണ്ട് അതിൻ്റെ അടുത്ത് വരാത്തതാണ്. ഫുഡൊക്കെ രാവിലെ പോയി മരം വെട്ടണം. Day 4 വരെ സർവൈവ് ചെയ്തു. ഇത് മരം വെട്ട്, ബ്രാഞ്ചസ് എടുത്തു, പിന്നെ ആപ്പിൾസ് എടുത്തു. ഇതിൻ്റെ Part 2 ഞാൻ റിലീസ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അതുകൊണ്ട് അതും കാണുക. ഇപ്പം ഞാൻ കളക്ട് ചെയ്യണം. ഇത് കുറേ വീടുകളൊക്കെ ഉണ്ട്. ഇതിനകത്ത് കുറേ ബ്രിഡ്ജസ് ഒക്കെ ഉണ്ട്. ബ്രിഡ്ജസ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പാണ്, പക്ഷെ അതിൻ്റെ അടിയിൽ കൂടെ പോകാൻ ഭയങ്കര ഇരുട്ടാണ്. ഓക്കെ, ഇതെന്തോ പാലസോ ഇങ്ങനെ വെച്ചിങ്ങനെ കുറേ മരങ്ങളൊക്കെ ഇങ്ങനെ വച്ചിരിക്കുകയാണ് നമുക്ക് വെട്ടാൻ വേണ്ടി. ബിക്കോസ് രാവിലെയാണ് ഇപ്പം കുറേ വെട്ടേണ്ടത്. ബിക്കോസ് രാത്രി നമുക്ക് ഇടയ്ക്കൊക്കെ ഒരെണ്ണയൊക്കെ വെട്ടാൻ പറ്റും. ബിക്കോസ് ആ മോൺസ്റ്റർ കണ്ടില്ല ഇത്ര രാത്രിയായിട്ട്. എന്താണെന്ന് വെച്ചാൽ ആ തീ ഇട്ടുകൊണ്ടാണ് എനിക്ക് അത് വരാത്തത്. പക്ഷെ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയാൽ നമ്മളെ പുറകെ വരും. അത് ആ ക്യാമ്പ് ഫയറിന് ചുറ്റും നിന്നാൽ ഒന്നും പറ്റൂല. പക്ഷെ ആ ക്യാമ്പ് ഫയറിൽ പുറത്ത് പോയ എൻ്റെ മോനെ അത് നമ്മളെ കൊല്ലും. പിന്നെ വേറൊരു കാര്യം മറക്കരുത് ഗൈസ്, പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ് ദ ചാനൽ. ഇപ്പം കണ്ടോ, ഒരു വുൾഫ് വന്നുണ്ടോ, ഇത് രാവിലെ രാത്രി വരുന്നതാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് കടിച്ച് പിന്നെ വിടൂല. അങ്ങനത്തെ അതും പൊക്കത്തിൽ കാണും. പക്ഷെ അടുന്നുണ്ടോ, അതും പൊക്കത്തിലൊക്കെ ചാടും. അതുകൊണ്ട് നമ്മൾ അതിനേക്കാളും വേണ്ടി ചാടണം. അല്ലെങ്കിൽ അത് നമ്മൾ കടിക്കുന്ന ഭയങ്കര കടിയാണ്. അതുകൊണ്ട് പിന്നെ ലൈഫൊക്കെ കുറയും. ഇപ്പം ഞാൻ കുറേ കളക്ട് ചെയ്തിട്ടുണ്ട്. പുറകിലതുണ്ട്. അതുകൊണ്ടാണ് ലൈഫ് കുറയുന്നത്. ഇത് ട്രോളിയൊക്കെ വെച്ചിരിക്കുന്നത്. അയ്യോ 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 രാത്രിയായി. ഇനി ഓട്ട്. അയ്യോ ഇപ്പം മോൺസ്റ്റർ വന്നാൽ പെട്ടു. ഇത് സ്റ്റെപ്പിനടിയിലൊക്കെ പോകാം. പെട്ടെന്ന് ഓട്ട്. എൻ്റെ അടുത്തെത്താറ നമ്മുടെ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അടുത്തെത്താറയുടെ അടുത്തടുത്ത് കമോൺ യെസ് അടുത്തത്. അങ്ങനെ നമ്മൾ തീ കൂട്ടാൻ വേണ്ടി 15 വുഡും 8 ബ്രാഞ്ചസും കളക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്.